ചെറിയ പാത്രം കൊണ്ട് കൊടുത്തത്. ഞാൻ പറയടാ ഇതിനകത്ത് 2 കിലോ മീൻ. അയ്യോ അന്ന് ഇല്ലായിരുന്നു. 2 കിലോ മീൻ അല്ല 2 കിലോ മീനെ വേവും. ഇതിൽ കൂടുതൽ വാങ്ങി 4 അയലയൊക്കെ വാങ്ങി. 4 അയലയാകുമ്പോഴത്തേക്ക് അല്ല 1.5 കിലോ വേവെന്ന് പറഞ്ഞു. ഇപ്പം 2.5 കിലോ മീനങ്ങ് വാങ്ങിച്ച് അവിടെ കൊണ്ടുവന്ന് പച്ച അയല കണ്ട വായിക്കത്തില്ല. കട്ട് ചെയ്ത് അവിടെ വെച്ചെല്ലാം ഞാൻ പാത്രം നമ്മുടെ ഇവിടുന്ന് പോയ മറ്റേ ഭീഷ്മയില്ലയോ, ഭീഷ്മ റൂമിൽ പാത്രം കീറ്റുണ്ട്, അതെടുത്തോണ്ട് ഞാൻ കൊടുത്തിട്ട് ഇയാൾ മുണ്ടൊക്കെ തട്ടി കൊടുത്താൽ കൂടെ ഇരുന്ന് കറി കഴിക്കാനായിട്ട് അടിച്ച് വിറ്റ കറി ഇവിടെയൊക്കെ മീനിട്ടോ മസാല ഇടാൻ സ്ഥലമില്ല. അങ്ങനെ വെച്ച് വേവിച്ചു കൊടുത്ത്. എല്ലാവരും പറയാ നമ്മളെ പ്രശ്നം അല്ല ഇത്, നമ്മളെ പ്രശ്നമല്ല മീൻ്റെ പ്രശ്നമാണ്. ശരിയാ മീൻ്റെ പ്രശ്നമാണ്. ആട് വരുന്നുണ്ട്. പണിക്കിറങ്ങിട്ട് പണിയാന്ന് വന്നതാ. ജുബൊക്കെ ഇട്ട് ഇരിക്കുന്ന ആളാ. അത് ഞാൻ ഇയാളെ കണ്ടു. 10 വരി അടച്ച് കഴിഞ്ഞ ആഴ്ച വന്നതല്ല. നാളെ വരുന്നുണ്ട്. എല്ലാം നല്ല ടീം, 600 ടീമുകളാണ് വരുന്നത്. ഇതേ അതെ ഇത്ര ആൾക്കാർ പോകാൻ നിൽക്കുകയുണ്ടോ? ഓ ഇത്ര ആൾക്കാരൊന്നും ഇല്ല. എന്നിട്ടിപ്പോൾ ഒരാളും ഇല്ല. അവനില്ല, ഇവനുണ്ടല്ലയോ? ഇവൻ നല്ല ഏറ്റവും ഒരു പണിക്കാരനാണ്ടി വന്നിരിക്കുന്ന കേട്ടോ. ഉണ്ടവൻ ആ പോക്കറ്റ് കൈയിട്ടുകൊണ്ട് നിൽക്കുന്നത്. കബോളിനാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കബോൾമാരെല്ലാം പണിയും കിടന്നു. ആ 3 എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പണിയായിരിക്കുന്നവൻ നിനക്ക് ഇൻഡക്ഷൻ ഉണ്ടല്ലോ. നിനക്കും നിങ്ങൾ നേരെ 6 മണിക്ക് ബസ്സാണ്. 6 മണിക്ക് ബസ്സിനകത്ത് നേരെ ഒരു ബസ്സിനകത്താണ് പോകുന്നത്. പോയിട്ട് നിങ്ങൾ നേരെ ഓഫീസിൽ പോയാൽ മതി. എനിക്കെൻ്റെ അവനും പാസ് ഉണ്ടെന്ന് പറഞ്ഞു. ആർക്ക്? എനിക്കെൻ്റെ അവനും പാസ് ഉണ്ട്. 3 പേർക്ക്. ബൊറൂജില്ല, ഗ്യാസ് പൈക്കകത്ത്. പണ്ട് നമ്മുടെ എത്തിക്കകത്ത് അതാണോ ആ ടാങ്കൊക്കെ ഇരിക്കുന്നത്? കോൺക്രീറ്റ് ടാങ്കിന്റെ അവിടെ. കോൺക്രീറ്റ് ടാങ്കിന്റെ അടുത്ത്, കടലിനടുത്ത്. അല്ല ഇതല്ല, ഇത് ഇപ്പുറം. ഇതും കടലിനടുത്ത് തന്നെ. ഇത് സൾഫർ ടാങ്ക്. അതായത് ബുറൂജിന്റെ ഇത് വരുന്നില്ലയോ, ആ വലിയ ടാങ്ക് കടലിലിരിക്കുന്നത്. അതെ. അല്ലല്ലോ, അവരങ്ങ് അപ്പുറത്താ ബറൂജിന്റെ ഒക്കെ ഈ റോഡ് ആ ഭാഗത്ത് അവർ പണിയുന്നത്. നിങ്ങളങ്ങ് ഏറ്റവും ലാസ്റ്റാ. ബറൂജല്ല, നീ ഫെർട്ടിലൈസർ ഏറ്റവും ലാസ്റ്റ് അല്ലേ? ബാക്കിൽ കടലിനോട് ചേർന്നല്ലേ കിടക്കുന്നത്. ഇവര് കടലിനോട് ചേർന്നല്ല. അല്ല ഇവരുടെ ഭാഗത്തല്ലല്ലോ നിങ്ങൾ പണിയുന്നത്. ബുറൂജ് കഴിഞ്ഞിട്ട് ഫെക്ടൽ ഫെക്ടലേ ഉള്ളു. ഫെർട്ടലേ ഉള്ളൂ. ശരിയാ, ഫെർട്ടലേ ഉള്ളൂ. ഫെർട്ടല നമുക്ക് അവിടെ പണി ഉണ്ടായിരുന്നു. എന്താ യൂറിയ? ഫെർട്ടലെന്നേ ഉള്ളൂ. കാര്യം അവർക്ക് കൊടുത്തേക്കുന്ന അവിടുത്തെ പണിക്കാരെ കൊടുത്തേക്കുന്ന ആരെന്നറിയാം? ഇമിക്കോ ബാക്കി പ്ലാന്റ് ആണ് ഇപ്പൊ സ്റ്റാൻലി ഒക്കെ ചെയ്യുന്നത്. അങ്ങോട്ട് പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അതിന്റെ ബാക്കിയാണ് അമോണിയം പ്ലാന്റ്. ഇപ്പൊ സ്റ്റാൻലി ഒക്കെ പണിയുന്ന അമോണിയം പ്ലാന്റ്. അത് ഹെവറസ്റ്റ്. അതായത് ഹെവറസ്റ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇമിക്കോയുടെ ആൾക്കാരാണ് അവിടെ കൊടുത്തേക്കുന്നത് സപ്ലൈക്ക്. എല്ലാം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ടെക്നോമോണ്ട് എന്ന് പറയുന്നത് ഇമിക്കോയുടെ അനിയൻ ചേട്ടന് കമ്പനിയാണ്. മെയിൻ അർബാബിന്റെ വലിയ അവർ കാശ് വെച്ച് കൂടിയ ആളാണ് ടെക്നോമോണ്ട് എടുത്തിരിക്കുന്നത്. അയാൾ അവിടെ വിസയൊക്കെ എടുത്തു. അയാളുടെ അനിയന്റെ കമ്പനിയാണ് ഈ ഇമിക്കോ. എന്നിട്ടാണ് അതുകൊണ്ടാണ് എന്ത് സബ് വന്നാലും എന്ത് വന്നാലും ഇമിക്കോയിൽ നാളെ എടുത്തതിന് ശേഷം ബാക്കി ഒരു പുറത്തെത്തിക്കും. അതുകൊണ്ടാണ് ടെക്നോമോണ്ടിന്റെ എല്ലാ പ്രൊജക്റ്റും അവരുടെ ആൾക്കാരാണ്, ഇമിക്കോയുടെ ആൾക്കാരാണ് സബ്മിറ്റിക്കുന്നത്. അവരൊക്കെ മെയിൻ്റനൻസിനും എല്ലാം അവർ തന്നെ. ഇമിക്കോ അതിന് ആളിനെ എടുത്തിട്ടുണ്ട്. ഈ ടെക്നോമോങ്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാർജയിലെ കമ്പനി സെയിം അല്ല? അത് വേറെ അല്ലേ? അത് സ്പെല്ലിങ് വേറെയാണ്. മറ്റേ മൗണ്ട് അല്ലേ? ടെക്നോമോണ്ട് ഇത് യൂറോപ്യൻ കമ്പനിയാണ്. അതായത് യൂറോപ്യൻ്റെ ഇതാണ് വരുന്നത്. അവരിപ്പം ഒരുപാട് പണി. അപ്പം അവിടുത്തെ മൊത്തം പണിയാണ്. ബുറൂജ് 4 മൊത്തം അവരാണ്. ഈ ഹെവറസ്റ്റ് അവരാണ്. ഹൈലാൻഡ് ഗാസ് അവരാണ്. നമ്മൾ